ഇവര് ഗൾഫിൽ വന്നിട്ട് വെള്ളം കൊണ്ടുപോവുകയാണ്. ചിലരൊക്കെ വരൂല പുറത്തോട്ട്. അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ സൂര്യനുണ്ട് കേട്ടോ. സൂര്യൻ നമ്മളെ തോൽപ്പിക്കാൻ നോക്കാം. രാവിലെ മാർക്കറ്റിൽ പോകാൻ വേണ്ടി എണീറ്റായിരുന്നു. അപ്പം ടാക്സി ഒന്നും സെറ്റായില്ല. അപ്പോൾ എന്ത് ചെയ്തു, കേരള ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് കരുതി. ഞാനൊരു നേപ്പാളിയൊക്കെ ഉണ്ട്. കണ്ണൊന്നോട് ശരിയായില്ല, ഉറക്ക് ക്ഷീണമുണ്ട്. 8 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. രാവിലെ 8 മണിയൊക്കെ ആയിട്ട് എന്താ ഉറക്ക് ക്ഷീണം നിങ്ങൾ കരുതും. കാരണം ഞാൻ എണീക്കുമ്പോൾ 10-11 ആവലുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റാണ്. അതുകൊണ്ടാണ് ഒന്ന് ചായ കുടിക്കാൻ കരുതി. ATM ന്ന് കുറച്ച് ക്യാഷും പിൻവലിക്കണം. അത് എന്ത് ചെയ്യാം, റണ്ണിങ് ആണ്. ഓക്കെ മോളി, നല്ല പോകാൻ നോക്കട്ടെ. റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. കാര്യമായിട്ടൊന്നും കഴിക്കില്ല, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് കഴിക്കാന്ന് കരുതി. നേരെ വെളുത്തിട്ടുള്ളൂ, ഇപ്പോഴേക്ക് ബിരിയാണി ഉണ്ടാവും. അങ്ങനെ പുറത്തിറങ്ങി ഭയങ്കര വെയിച്ച് രാവിലെ തന്നെ ആയിട്ടുള്ളൂ. പക്ഷെ ചൂടിനൊരു കുറവുമില്ല, അടിപൊളിയായിട്ടുള്ള ചൂടാണ്. അതിനായി ക്യാഷ് निकालेगा उधर ATM में है. आपका पास ATM है तो अच्छा है, उधर निकालेगा, कल जाएगा ना. അപ്പോൾ ഇവിടെ നിന്ന് ATM നിന്ന് പൈസ എടുക്കണം. നാളെ സീകോമിൽ പോകണം, മാർക്കറ്റിലേക്ക്. അപ്പം ഒരു 2-3 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മുടെ കേരള ഹോട്ടലുണ്ട്, അതിൻ്റെ അടുത്ത് എന്താണ് ATM ഉണ്ട്, ഭക്ഷണവും കഴിക്കാം. നേരത്തെ എണീച്ചത് കൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ കഴിക്കലൊന്നുമില്ല, രാവിലെ ഉറക്കമാണ്. ഇന്ന് പിന്നെ മാർക്കറ്റിൽ പോകണമെന്ന് കരുതിയപ്പോൾ സാധനങ്ങളൊക്കെ റൂമിലോട്ട് വാങ്ങാൻ പോകണമെന്ന് കരുതിയ സമയത്ത് എന്ത് ചെയ്താണ്, എണീറ്റാണ്. പക്ഷെ അത് ക്യാൻസലായി, ഡ്രൈവറെ സെറ്റായില്ല. അതോടൊപ്പം തന്നെ പല്ല് ക്ലിപ്പ് ടൈറ്റാക്കേണ്ട കുറച്ച് സീനുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളൊരു പരിപാടിയാണ്. എത്താനായി ഹോട്ടലിൽ. ഇതാണ് ATM മെഷീൻ. ഞാൻ ക്യാഷ് എടുക്കട്ടെ കേട്ടോ. കുറേ ഒന്നുമില്ല, എന്നാലാണ് സാലറി വന്നത്. അപ്പം ജസ്റ്റ് എന്താണ് ക്യാഷ് എടുക്കാമെന്ന്. നാളെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ചിലരൊക്കെ വരൂല പുറത്തോട്ട്. അതിൻ്റെ ഉള്ളിൽ എത്ര ക്യാഷ് വേണമെന്ന് ചോദിക്കുന്നു. ക്യാഷ് വരുമോ? ക്യാഷ് ഓക്കെ, ഫൈൻ. ഇതെന്ത് ചെയ്ത് ഫുൾ ക്ലിയറായി. ഇവിടെ എത്തി, സ്ഥലത്ത് ക്യാഷ് എടുത്ത് ചായ എന്തെങ്കിലും കഴിക്കട്ടെ. പൂരി പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ ചിക്കൻ കറി ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇതായിരിക്കും കഴിക്കുന്നില്ല. അല്ലേ ബീഫൊക്കെ കഴിക്കും. രണ്ട് ചായ തിരിട്ടോ. ഗരം है
ചായ, ചില്ലി ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ, അങ്ങനെല്ലാം കഴിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ കഴിച്ചുള്ളൂ. റൂമിൽ ഫുഡും കാര്യമൊക്കെ ഉണ്ട്, വെച്ചാൽ വേസ്റ്റ് ആകില്ല, അതുകൊണ്ട് ഇനി റൂമിലോട്ടാണ്. അപ്പോൾ എന്താണ് നാളെ സികോം എന്താ പറയുക പരിപാടിയുണ്ട്. നാളെ അപ്പോൾ ഇനി റൂമിലോട്ടാണ്. ഇപ്പോൾ നാളെ സികോമിലേക്ക് പോകണം. മാർക്കറ്റ് കാഴ്ചകളൊക്കെ കാട്ടിത്തരാം. നാളെ കുറേ ഐറ്റംസ് ഉണ്ട്, അടിപൊളി സംഭവങ്ങളുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ കാണുന്ന ഏരിയ ഒന്നും അല്ല, കുറച്ച് ഉള്ളോട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഫീച്ചർ കാണുന്നത്. വലിയ വലിയ ബിൽഡിംഗ് ഒന്നും അല്ലാതെ. ഓക്കെ, നമ്മുടെ ബായി ഇത് അവിടെ നിന്ന് ക്യാഷ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നേപ്പാളിന്ന് പറഞ്ഞയച്ച ഫുഡ് എന്ത് ചെയ്യാൻ, ക്യാഷ് കൊടുക്കാൻ. ഡെയിലി ഞങ്ങൾ കുറച്ച് സാധനം വേണ്ടിയാണ്. വെള്ളം എടുക്കാൻ വേണ്ടി വന്ന്. റൂമിൽ വെള്ളമല്ല, നമ്മൾ കുടിക്കാൻ വെള്ളം അങ്ങനത്തെ ഇതാല് സാധനം വാങ്ങിയിട്ടാണ് പോകുന്നത്. കുടിവെള്ളം റൂമിൽ ടാസ്ക്കാണ്. കാരണം വെള്ളം നമ്മൾ കുപ്പിവെള്ളം വാങ്ങിയിട്ടാണ് നമ്മളെ കുടിവെള്ളം സംഭവം. ഇതിനൊക്കെ എത്ര 8 റിയാലാട്ടോ. ഈ കാണുന്നതിനൊക്കെ 8 റിയാലാണ്. പിന്നെ ചെറുതുണ്ട്. കുടിക്കണമെങ്കിൽ നമുക്ക് റൂമിലത്തെ വെള്ളം പറ്റൂല. അപ്പം ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് പോകൽ. അപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വെള്ളം വാങ്ങുന്നതെന്ന് വെച്ചു. ചുമട് വെള്ളം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. ഇവര് ഗൾഫിൽ വന്നിട്ട് വെള്ളം കൊണ്ടുപോവുക. ഇതൊക്കെ ഇങ്ങനെ കാണാത്ത സംഭവങ്ങളാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാനതാ ചെറിയ കുപ്പി വാങ്ങിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. रिचार्ज केरला बकाला क्यों? रूम में वाईफाई है ना? तो अभी वो ऑफलाइन कॉल करना है. ബാക്കിൽ സൂര്യനുണ്ട് കേട്ടോ. സൂര്യൻ നമ്മളെ തോൽപ്പിക്കാൻ നോക്കാം. തോൽക്കില്ലല്ലോ. അപ്പോൾ ശരിയെന്നോ, നേരെ റൂമിലോട്ടാണ്. ബാക്കി ഉറങ്ങി തീർക്കണം. ബാക്കി സമയം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.